ഹലോ വെൽക്കം ബാക്ക് ടു സാലി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആട്ടോ. ഈ ഒരു ചൂടിൻ്റെ സമയത്ത് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം നമ്മൾ ഓറഞ്ചൊക്കെ വെച്ചിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് വേണ്ടത് ഓറഞ്ച് ആട്ടോ. ഈ ബുർത്തുകാൽ എന്ന് പറയുന്ന ഈ ഒരു ഓറഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് 4 പീസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് ആ ഒരു ഫ്ലഷ് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മിൻറ്റ് ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അധികം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് നടിച്ചെടുക്കാം. ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫ്രഷ് ജ്യൂസാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് റെഡിമെയ്ഡ് കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻസ് വെച്ചിട്ടും ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ജ്യൂസിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊന്ന് അരിച്ചിട്ട് കൊണ്ടുവരാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ജ്യൂസ് വെച്ചിട്ട് 2 ഗ്ലാസ്സോളം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ഒരു അരഭാഗത്തോളം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മിരിൻഡി ഉണ്ടല്ലോ, ഓറഞ്ച് ഫ്ലേവറിലുള്ളത്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടും ഈ ഒരു ചൂടുകാലത്ത്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീഫ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ലെമണും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്